ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ കളറിലെ മെറ്റലിൻ്റെ ബോ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സിൽവർ കളറിലെ സ്റ്റോൺ ലേസ് ബോയുടെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബീഡ്സ് ഉപയോഗിക്കുകയാണ്. അതിലാദ്യത്തെ ക്രിസ്റ്റൽ ബീഡ്സ്, ഇത് 0.4 mm തിക്നെസ്സാണ്. പിന്നെ നമ്മൾ പേസ്റ്റൽ കളറിലെ ഒരു ബീഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിൽവർ കളറിലെ ബീഡ്സും എടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ അളവിലുള്ളതാട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് P6000ൻ്റെ ഗ്ലൂ ആണ്. അപ്പം നമുക്ക് നേരെ മേക്കിങ്ങിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു കൈയളവ് വിട്ടതിന് ശേഷമുള്ള പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റോൺ ലൈസിനെ ഇതിൻ്റെ പുറത്ത് ഇതുപോലെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ബോയിൽ നല്ല ഭംഗിയിൽ ഇത് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ കറക്റ്റായി തന്നെ ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നില്ല, കുറച്ച് പോർഷൻ കവർ ചെയ്താണ് നമ്മളിത് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പം മാക്സിമം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടാനായിട്ട് സഹായിക്കുക. അപ്പോൾ അതുപോലെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഇതേപോലെ ചെയ്തെടുക്കാം. ഇതിൻ്റെ മറ്റേ വശത്ത് നമ്മൾ നമ്മുടെ 4 വിരലിൻ്റെ കൈയളവ് വിട്ടിട്ടുള്ള പോർഷൻ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 വശവും ഒരേ രീതിയിൽ ഇതുപോലെ കിട്ടുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സ്റ്റോൺ ലൈസ് വെച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രം വെച്ച് നമ്മുടെ ബോ നല്ല ലുക്കാണ് കാണാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഉള്ള ഒരു ഗിയർ വയറാട്ടോ. അപ്പം ഞാനിതിവിടെ നമ്മുടെ ബോയിനെക്കാളും 2 ഇരട്ടി കൂടുതൽ നീളത്തിനാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഒറ്റ പീസ് ഉപയോഗിച്ച് തന്നെ ഫുള്ളായിട്ട് മേക്കിംഗ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ 2ആയിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ട് കണ്ടെത്തുക. ആ കണ്ടെത്തിയ പോർഷനെ നല്ലോണം മാർക്ക് ചെയ്ത് വയ്ക്കുക. അതായത് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോയിൻ്റെ ഉള്ളിലോട്ട് ഇതിനെ ഇതുപോലെ കടത്തിയെടുക്കുക. എന്നിട്ട് നമ്മുടെ സ്റ്റോൺ ലൈസിൻ്റെ ലാസ്റ്റുള്ള പോർഷൻ, അതായത് ഒരെണ്ണം ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ലവണ്ണം അതിനെ ചുറ്റിച്ചെടുക്കുക. അപ്പം നമ്മൾ ചുറ്റിച്ചെടുക്കുന്നത് പോലെ ഇരിക്കും അതവിടെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മളിത് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എൻഡ് രണ്ടും ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് സിൽവർ കളർ ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം 4 എണ്ണം വീതം നമ്മൾ ഓരോ വശത്തും ഇതുപോലെ ഇട്ട് കൊടുക്കുക. സിൽവർ കളറിലെ ബീഡ്സ് 4 എണ്ണം വീതം ആദ്യം ഇട്ടതിന് ശേഷം നെക്സ്റ്റ് പേസ്റ്റൽ കളറിലെ ഓരോ ബീഡ്സാണ് ഉപയോഗിക്കുന്നത്. 2 വശത്തും ഒരുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ക്രിസ്റ്റൽ കളറിലെ ബീഡ്സാണ് ഉപയോഗിക്കുന്നത്. ക്രിസ്റ്റൽ ബീഡ്സ് ഇതുപോലെ ഓരോന്ന് വീതം 2 വശത്ത് ഇടുക. നെക്സ്റ്റ് പേസ്റ്റൽ കളറിലെ ഓരോ ബീഡ്സ് വീതം ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ലാസ്റ്റായിട്ട് സിൽവർ കളറിലെ 4 ബീഡ്സ് വീതം ഓരോ വശത്തും ഇട്ട് കൊടുക്കുക. ഇതുപോലെയാണ് നമ്മളിത് ഫുള്ളായിട്ട് മേക്ക് ചെയ്ത് പോകുന്നത്. അപ്പം മനസ്സിലാകാത്തവർ ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. 4 എണ്ണം, അത് കഴിഞ്ഞ് 1, അത് കഴിഞ്ഞ് വീണ്ടും ക്രിസ്റ്റലിൻ്റെത്. ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ബോയുടെ എൻഡിൽ കൊണ്ട് വെച്ചിട്ട് ഇതുപോലുള്ള ഒരു ഷേപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റോൺ ലേസിൽ ഏകദേശം 10 സ്റ്റോൺ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനെ വെച്ച് യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ഗിയർ വയർ 2 വശങ്ങളിലായിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. അതായത് സ്റ്റോൺ ലേസ് 10 സ്റ്റോൺ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഗിയർ വയറിനെ നല്ലോണം ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ടൈറ്റ് ചെയ്ത് ചുറ്റുന്നതിനനുസരിച്ചായിരിക്കും ഇത് അവിടെ തന്നെ ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാം. അതായത് മനസ്സിലാകാത്തവർ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കി. അതായത് 4 സിൽവർ കളറിലെ ബീഡ്സ് ആദ്യം യൂസ് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അതേപോലെ തന്നെ 4 സിൽവർ കളറിലെ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഓരോ റോസ് കളർ, അതായത് പേസ്റ്റൽ കളറിലെ ബീഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ക്രിസ്റ്റൽ ബീഡ് ഓരോന്ന് വീതം ഇട്ട് കൊടുക്കുക. വീണ്ടും പേസ്റ്റൽ കളറിലെ ഓരോ ബീഡ്സ്, അതിനുശേഷം 4 സിൽവർ കളറിലെ ബീഡ്സ്. ഇതേ ഒരു മെത്തേഡാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഫുൾ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം നമ്മളിതാ 2 വശവും ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റായിട്ട് നമ്മൾ എണ്ണയാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം നേരത്തെ പോലെ തന്നെ നമ്മുടെ സ്റ്റോൺ ലേസിൽ 10 സ്റ്റോൺ കഴിഞ്ഞിട്ടുള്ള പോർഷൻ നമ്മൾ എടുക്കുക. അതിനുശേഷം ഓരോ എതിർവശങ്ങളിലോട്ടും നമ്മുടെ ഈ ഗിയർ വയറിനെ നല്ലോണം ടൈറ്റ് ചെയ്തൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഇത് ഫുള്ളായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ മേക്കിങ്ങും കഴിയും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് നല്ലോണം നോക്കിക്കോളൂ കേട്ടോ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊന്നും ഒത്തിരി കാശ് കൊടുത്ത് ഒന്നും മേടിക്കേണ്ടതായിട്ട് വരത്തില്ല.
നല്ല ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. കണ്ടില്ലേ, നമ്മുടെ മേക്കിംഗ് ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എണ്ണം മാത്രം നമുക്കിതുപോലെ ചെയ്തെടുത്താൽ മതി. അതിനായിട്ട് എതിർവശത്തുള്ള നമ്മുടെ സ്റ്റോൺ ലൈസിൻ്റെ എൻഡിൽ നിന്ന് ഒരു സ്റ്റോൺ കഴിഞ്ഞതിന് ശേഷം അതിന് മുന്നേ ആയിട്ട് വെച്ച് നമ്മുടെ ഗിയർ വയറിനെ ഇതുപോലെ നല്ലോണം ചുറ്റിച്ചെടുക്കുക. അപ്പോൾ എൻഡിൽ നല്ലോണം ചുറ്റിച്ചെടുക്കാൻ നോക്കുക, കാരണം വിട്ടു പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് കെട്ടിട്ടെടുക്കണം. അപ്പം ഈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഷേപ്പും കൂടെ ജസ്റ്റ് ഒന്ന് മേക്ക് ചെയ്ത് പോവുക കേട്ടോ. കാരണം നമ്മൾ ഗിയർ വയർ ഉപയോഗിച്ചല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ വെക്കുന്ന ഷേപ്പിനനുസരിച്ച് അത് നമുക്കിരിക്കും. അപ്പോൾ ദാ കണ്ടില്ലേ, നമ്മുടെ ഏകദേശ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഉൾവശവും നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്കും നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അത് നല്ലോണം നമ്മൾ കെട്ടിട്ടെടുത്തിട്ടുണ്ട്. ബാലൻസ് പോർഷൻ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, വളരെ ഭംഗിയുള്ള ഏകദേശം കൊറിയൻ സ്റ്റൈലിൽ പോലെ തോന്നുന്ന നല്ലൊരു ഹെയർ ബോയുടെ റെഡി ആയിട്ടുണ്ട്. ഇതിലും ഭംഗിയുള്ള മറ്റൊരു ഹെയർ ബോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ബൈ.